Because of the provisions containing there in the old act, the High Court had given a ruling. So now, as a minister, I will not say that the High Court order is redundant. I have to honor the judicial pronouncement, but it is challengeable in the Supreme Court. And I would strongly urge that because of the provisions in the old act, it was disadvantageous to the Munambam people, the fishermen. Now with the existing new act, new provisions, with the supporting provisions which we have made, now it is easily challengeable in the Supreme Court. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ മുനമ്പം തീരപ്രദേശത്തെ ഓരോരുത്തരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇനിയും ഞങ്ങൾ എത്ര കടമ്പകൾ കടക്കണം? ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ദീർഘമായ നീതിന്യായ പോരാട്ടം നടത്തേണ്ടി വരുമോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും അത് സാധിക്കുകയില്ല. ഈ നിയമ ഭേദഗതിയിലൂടെ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. വഖഫ് ഭേദഗതി ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്തെ ഭൂമി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് BJP-ക്കാരാണ്. വലിയ പ്രതീക്ഷയോടെ സമരക്കാർ കേന്ദ്രം ഭരിക്കുന്നവരുടെ വാക്കുകൾ വിശ്വസിച്ചു. വഖഫ് നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച കിരൺ റിജിജു തന്നെ മുനമ്പത്ത് വന്ന് ആ സത്യം വിളിച്ചു പറഞ്ഞു. പുതിയ വഖഫ് നിയമം കൊണ്ട് മുനമ്പം നിവാസികൾക്ക് ഭൂമി ലഭിക്കില്ല. മുനമ്പം നിവാസികൾ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തണം. മുനമ്പത്തിന് അനുകൂലമായ പ്രഖ്യാപനം കിരൺ റിജിജു നടത്തുമെന്നാണ് BJP നേതാക്കൾ പറഞ്ഞതെന്ന് സമരസമിതി നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് നിരാശയോടെ പറഞ്ഞു. ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നും സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. മുനമ്പം പ്രശ്നത്തിന് ഭേദഗതി ബിൽ പരിഹാരമാവില്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ മുഖത്തു നോക്കി സഭയിൽ വെച്ച് കേരള MP-മാർ പറഞ്ഞതാണ്. കിരൺ റിജിജുവിന് ഇക്കാര്യങ്ങളിൽ ഒരു ധാരണയുമില്ലെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത് എത്ര ശരിയായി? തൃശ്ശൂരിൽ നിന്നും ജയിച്ച് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ പ്രകടനമൊക്കെ പ്രഹസനമായി. തോട്ടിലും കടലിലും അദ്ദേഹം കൊണ്ടിട്ട ജുഡീഷ്യൽ കമ്മീഷൻ നല്ല ആരോഗ്യത്തോടെ മുനമ്പം പ്രശ്നം പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി മുനമ്പത്ത് വന്ന് കൈമലർത്തുന്നു. ഒരാളെയും ഒഴിപ്പിക്കില്ലെന്ന കേരള സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഉറപ്പ് നല്ല കനമുള്ള ഉറപ്പായി തന്നെയുണ്ട്. നാടിനെയും നാട്ടുകാരെയും വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ആയുധം മാത്രമായി പ്രശ്നങ്ങളെ കാണുന്ന വർഗീയ മുഖങ്ങളെ തിരിച്ചറിയാൻ റിജിജുവിൻ്റെ വരവ് ഉപകാരപ്പെട്ടു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ പ്രകാശൻ മാസ്റ്റർ CPIM, ഷൈജു ആന്റണി സഭാ സുതാര്യ സമിതി വക്താവ്, കെന്നഡി കരിമ്പങ്കാല, ഫാദർ റവറൻഡ് ഡോക്ടർ ജോൺസൺ തേക്കടയിൽ. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത് വന്ന് അതിനു മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടു. അതിനുശേഷം അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടി നന്ദി മോദി എന്ന പേരോടുകൂടിയായിരുന്നു ആ പരിപാടി. മുനമ്പത്ത് ഇന്ന് സംഭവിച്ചതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? CPIM ഏത് നിലയിൽ അതിനോട് പ്രതികരിക്കുന്നു? ഇവിടെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ BJP നേതാക്കന്മാർ നടത്തി വന്നിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാതാണ് എന്ന് ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുത്തുന്നതാണ് കിരൺ റിജിജുവിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനവും. എന്താണോ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും വസ്തുതയാണ് എന്ന് ഇന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടും പ്രസംഗത്തോടും കൂടി വ്യക്തമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇതുവരെ BJP നേതാക്കന്മാരെല്ലാം പറഞ്ഞു വന്ന കാര്യം, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി അവർക്ക് നേരിട്ട് നികുതി അടച്ച് ആ സ്ഥലത്തിൻ്റെ അവകാശം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ്. എന്നാൽ ആ പറഞ്ഞ കാര്യത്തിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് ഇന്ന് കേന്ദ്രമന്ത്രി പട്ടാങ്കമായി പറയുന്നതിലുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഭാവിയിലുള്ള നിയമ പോരാട്ടത്തിന് മുനമ്പത്തെ ആളുകൾക്ക് സഹായകമാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ഈ നിയമത്തിലൂടെ കഴിയും എന്നുള്ളതല്ലാതെ മുനമ്പത്തെ വിഷയത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ ഈ നിയമം ഗുണപ്രദമാണ് എന്ന ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലോ പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ നേരത്തെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല എന്നുള്ളതാണ്. അത് നേരത്തെ ചർച്ചക്കകത്ത് തന്നെ മന്ത്രി പരസ്യമായിട്ട് പാർലമെന്റിൽ പ്രസ്താവിച്ചതാണ്. എന്നാൽ അതൊന്നും വസ്തുതയേ അല്ല എന്ന് പറയാനായിരുന്നു ഇവിടെ BJP ഒരുപറ്റം നേതാക്കന്മാരുടെയും
അവരുടെ പിന്തുണക്കുന്ന മാധ്യമങ്ങളുടെയും എല്ലാം തന്നെ നിലപാട്. ഇന്ന് കൃത്യമായ നിലക്ക് കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഈ കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരാളുടെ കേസാണ്. ഇവിടെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ആ കേസിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെ ഏതെങ്കിലും നിലക്ക് എതിർക്കാൻ ഞാൻ ആളല്ല. ഇത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് സുപ്രീം കോടതിയിൽ കൂടി പോയി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ എന്ന് അദ്ദേഹം പരസ്യമായ നിലക്ക് തുറന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം മുനമ്പത്തെ ആളുകളെയാകെ തന്നെ പറ്റിക്കാൻ മുന്നോട്ടേക്ക് വന്ന BJP ആളുകൾ അവർ ഈ കാര്യത്തിൽ പരസ്യമായിട്ട് മുൻപത്തെ ആളുകളോട് മാപ്പ് പറയണം. ഇവിടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയിപ്പോൾ യാതൊരു കാര്യവുമില്ല, സംസ്ഥാന ഗവൺമെൻറ് നികുതി വാങ്ങിയാൽ മതി എന്ന് മാത്രം പറഞ്ഞ കാര്യം വസ്തുതയല്ല എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റാളുകളും എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല ഈ കേസ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന നിലക്കാണല്ലോ ഈ ദിവസങ്ങളെല്ലാം തന്നെ BJP പറഞ്ഞു വന്നത്. ഇത് മുനമ്പത്തിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു നിയമമല്ല. രാജ്യത്തിലെ വഖഫ് നിയമത്തിനകത്ത് ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ വഖഫ് നിയമത്തിനകത്ത് വന്നിരിക്കുന്ന മൗലികമായ മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടാതെ മുനമ്പത്തെ പ്രശ്നം മാത്രം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം എന്നുള്ള നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കാനാണ് കേരളത്തിലെ BJPയും അതുപോലെ കോൺഗ്രസിൽ തന്നെ ഒരു വലിയ സെറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വഖഫ് നിയമത്തിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മൗലികമാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം എന്നുള്ള നിലപാട് മാറ്റി. ഇത് മുനമ്പത്തിന് വേണ്ടിയല്ലല്ലോ. 11 ബോർഡിലുള്ള മുസ്ലിം രാജ്യത്ത് കുറച്ചു, മുനമ്പത്തിന് വേണ്ടിയല്ലല്ലോ. അതുപോലെ തന്നെ വഖഫ് പ്രഖ്യാപിക്കാനുള്ള അധികാരം ബോർഡിൽ നിന്ന് എടുത്തു മാറ്റി കലക്ടർ കൊടുത്തു. ഇത് മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല. നോമിനേറ്റ് ചെയർമാൻ ഒഴിവാക്കാനാവില്ല എന്നുള്ളത് നിയമത്തിൽ വന്നു. അത് മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ലല്ലോ. മറ്റ് മതക്കാർക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഈ ഭേദഗതി പറഞ്ഞു. അതും മുനമ്പത്തിന് വേണ്ടിയുള്ള കാര്യമല്ല. വാക്കാൽ വഖഫ് എടുത്തു കളയുന്നറിയുണ്ടായി. അതുപോലെ ഓഡിറ്റർമാരെ കേന്ദ്രം നിശ്ചയിക്കുമെന്ന് വന്നു. വഖഫ് ബോർഡിന് ഒരു അധികാരമില്ല എന്നുള്ള നില ഉണ്ടാക്കുന്ന ഒരു നില വന്നു. ഇതൊന്നും ഈ രാജ്യത്ത് മുനമ്പത്തെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിയമപരമായിട്ടും വിരുദ്ധമായിട്ടും BJP ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഒടുവിലത്തെ ഇനം എന്നുള്ളതിലേക്കാണ് വഖഫ് ഭേദഗതി ബില്ലിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ആ വർഗീയ നീക്കത്തെ മറച്ചു പിടിക്കാനാണ് ഇത് മുനമ്പത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്, മുനമ്പത്തെ സഹായിക്കുന്ന ഒന്നാണ്, മുനമ്പത്തെ പ്രശ്നം ഇതാ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാമുള്ള വായ്ത്താരികളുമായിട്ട് ഇവിടെ BJP ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്ന ഒരു മറ്റു മാധ്യമങ്ങളും അവർ BJPക്കാരും അതുപോലെ UDF എല്ലാം തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് അതിൻ്റെ ഭാഗമാണ്. ഇത് കേരളീയരെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. അതുപോലെ തന്നെ മുനമ്പത്തെ ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് എന്ന് കേന്ദ്രമന്ത്രിയുടെ വരവോടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സംബന്ധിച്ച് ഞങ്ങൾ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിൽ പല തൽപര കക്ഷികളും പല താല്പര്യമുള്ളവരും കടന്നു വരും. അതിൽ ഉത്തരവാദപ്പെട്ടവരും ഉണ്ടാകും, അല്ലെങ്കിൽ അവകാശവാദം പേറാൻ വരുന്നവരുണ്ടാകും. ഇതിലാര് പറയുന്നതാണ് വസ്തുത എന്നതൊക്കെ തിരിച്ചറിയാൻ, വകതിരിവോടെ തിരിച്ചറിയാൻ പക്ഷേ ഇത്തരം ചില സാഹചര്യങ്ങൾ ഉപകാരപ്പെടട്ടെ എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. കാരണം സ്വാഭാവികമായി നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് എന്നതാണ്. ഒരു പ്രശ്നം, സങ്കീർണമായ ഗൗരവമായ പ്രശ്നം രൂപപ്പെട്ടു, ഒരു വലിയ സമരം അവിടെ നടക്കുന്നു, അവരുടെ വലിയ ആധിയുണ്ട്, അവരുടെ സ്വത്തിന് സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ ആ പ്രശ്നം രൂപപ്പെട്ട് കഴിയുമ്പോൾ, പ്രശ്നം കുറെ കൂടി സങ്കീർണമായി കഴിയുമ്പോൾ അതിൽ ഇടപെടേണ്ട ഭരണാധികാരികൾ എന്ന നിലയിൽ ഇടപെടുന്നു, ആ ഉറപ്പുകൾ കൊടുക്കുന്നു. ഏതാണ് ശരി, ഏതാണ് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമായി പലതും വന്നു ചേരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും ചില പ്രതികരണങ്ങൾ കൂടി കണ്ടുകൊണ്ട് ഞാൻ ഷൈജും നമ്മൾക്കൊപ്പം എല്ലാവരും വരുന്നുണ്ട്. ഷൈജു ആൻ്റണി എത്തിയിട്ടുണ്ട്, അതുപോലെ കെന്നഡി എത്തിയിട്ടുണ്ട്, ഫാദർ ജോൺസൺ തേക്കടയിൽ എത്തുകയാണ്. അതിനു മുമ്പ് ഇന്ന് നിയമമന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രി റിജിജുവിൻ്റെ മുനമ്പത്തെ പ്രസ്താവനയോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ BJPയുടെ പൊതുവായ മുനമ്പത്തെ ഇന്നത്തെ സമീപനത്തോടുള്ള നിയമമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു എന്ന് ചുരുക്കത്തിലൊന്ന് കണ്ടുവരാം. മുനമ്പൻ നിവാസികൾക്ക്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷ ലഭിക്കേണ്ടതുണ്ട്. അത് കുറച്ച് സങ്കീർണമാണ് ഈ പ്രശ്നമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. അവിടെയുള്ള ബൊണോഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള ശുപാർശകൾ ആ കമ്മീഷൻ സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പിന് വേണ്ടി BJP ശ്രമിച്ചു. അതിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് മറ്റു ചിലർ ശ്രമിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ വളരെ കറുപ്പും വെളുപ്പും പോലെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്.
ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ ഒരു മുതലെടുപ്പിന് വേണ്ടി രാഷ്ട്രീയമായി തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമാക്കാൻ കഴിയുമോ എന്ന നിലയിൽ കേരളത്തിൽ എന്ത് സാധ്യത ഇതുവഴി തുറക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രശ്നത്തെ അഭിമുഖീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള കൃത്യമായ അന്തരം ഇതിലെല്ലാം ഉണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, പാർലമെൻറ്റിൽ ഈ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും അതിശക്തമായി തന്നെ കേരളത്തിലെ എംപിമാർ ഈ ബില്ലിനെ എതിർത്തു. ഇത് ഒരു തരത്തിലും മുനമ്പത്തിൽ നിങ്ങൾ ആ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ ഉപകാരപ്പെടില്ല, മുൻകാല പ്രാബല്യം ഇതിനില്ല എന്ന വിമർശനങ്ങൾ പറഞ്ഞു. ആ വിമർശനങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ കേന്ദ്രമന്ത്രി കേട്ടിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. രാജ്യസഭയിലെത്തിയപ്പോൾ കുറെ കൂടി ശക്തമായി തന്നെ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത് നമ്മൾ ആരും മറക്കാറായിട്ടില്ല. മന്ത്രി, ഇത് ബില്ല് അവതരിപ്പിച്ച മന്ത്രിക്ക് ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല എന്നുപോലും പറയുന്ന നില നമ്മുടെ മുമ്പിലുണ്ടായി. ആ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വക പെർഫോമൻസ് ഒക്കെ കണ്ടത്. ഈ ജുഡീഷ്യൽ കമ്മീഷനെ തോട്ടിലിടും, കടലിലിടും, എന്തൊക്കെയായിരുന്നു. ആ കമ്മീഷനാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി നിയമപരമായി പ്രശ്നങ്ങൾ പരിശോധിക്കുന്നത്. ഒരു ജനാധിപത്യ സർക്കാരിന് ഈ സങ്കീർണമായ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും വിധത്തിലേക്ക് അത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് ആ നിയമമന്ത്രി രാജീവ് ഇപ്പോഴും സംസാരിക്കുന്നു. ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യസഭയിൽ അന്നത്തെ ആ വിമർശനം, അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ഒരു ചെറുഭാഗം കണ്ടുകൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് വരാം. Supreme Court was very clear that the board of a particular religion need to be protected. Only the members of that religion need to govern that board. These people with this piece of legislation want to alienate Muslims from Waqf board. They talk that Waqf board has so much of property. No sir, Rijuji, you don't know even the ABCD of Waqf. I'm telling you, Waqf board is just a custodian. Just a custodian. Doesn't mean that government of India, just because you are governing this country, all the land of this country belongs to government. No, unless you take over, the land doesn't belong to you. It is the case with Waqf board also. You don't know the elementary vertical of this Waqf board. യെസ്, ഉത്തരേന്ത്യയിലാകെ വഖഫ് നിയമത്തെ ഈ രൂപത്തിൽ ഇപ്പോൾ വിമർശനപരമായി ന്യൂനപക്ഷ വേട്ടയ്ക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു, ഏതൊക്കെ തരത്തിൽ അത് ജനാധിപത്യ വിരുദ്ധമാകുന്നു, ഭരണഘടന നൽകുന്ന ഉറപ്പുകൾക്ക് വിരുദ്ധമാകുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ തുടർച്ചയിൽ മുനമ്പത്തെ പ്രശ്നത്തിന് ഇത് ഏതെങ്കിലും തരത്തിലൊരു പരിഹാരമാകുന്നില്ല എന്നതുപോലും അവതരിപ്പിക്കപ്പെട്ടത്. ഏതായാലും മുനമ്പത്ത് തന്നെ വന്ന് കേന്ദ്രമന്ത്രിക്ക് ഇത് പറയേണ്ടി വന്നു എന്നുള്ളതുകൂടിയാണ്. കെന്നഡി, ഇന്ന് ഈ അവിടുത്തെ സമരസമിതിയുടെ കൺവീനറും അച്ഛന്മാരും ഒക്കെ പറഞ്ഞത് വലിയ നിരാശയോടെയാണ്. വലിയ തോതിൽ ഒരു ശാശ്വത പരിഹാരം, പുതിയ നിയമത്തിലൂടെ ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നാണ് BJP നേതാക്കൾ മുൻപ് വന്നു പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ വൈകുന്നേരം മുതൽ കേൾക്കുന്നതാണ്. ഗുഡ് ന്യൂസാണ് പ്രതീക്ഷിച്ചത്, പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ BJP നേതാക്കൾ മന്ത്രി വരുന്നതോടെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അതുണ്ടായില്ല. ഗുഡ് ന്യൂസ് പ്രതീക്ഷിച്ചു. ഈ നിലയിൽ പോവുകയാണ്. കേന്ദ്രമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കെന്നഡി, ശരത്തിൻ്റെ സംസാരത്തിനിടയ്ക്ക് ശരത്ത് കുറച്ച് മുമ്പേ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ഇടിച്ചു കയറി വന്ന് ആളാകെ നോക്കുകയും എന്തെങ്കിലുമൊക്കെ ചമയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അച്ചിട്ട പോലെ സംഭവിച്ചു എന്ന് പറയാൻ എനിക്ക് ഞാൻ ഖേദത്തോടെ പറയട്ടെ ശരത്തെ. കാരണം ഇപ്പോൾ ശരത്ത് പറഞ്ഞ സമരസമിതിയുടെ കൺവീനറുടെ അഭിപ്രായമായിട്ട് ഇപ്പോൾ പറഞ്ഞു, ചില ചാനലുകൾ സമരസമിതിയുടെ കൺവീനറായിട്ട് റിപ്പോർട്ട് ചെയ്തു ശ്രീ ജോസഫ് ബെന്നി. ഞാൻ വളരെ ഖേദത്തോടെ പറയട്ടെ, കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർ മിടുമിടുക്കനായ റിപ്പോർട്ടറാണ്, നല്ല ടീമാണ്. പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്വയം കൺവീനറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ജോസഫ് ബെന്നി ആ സമരസമിതിയുടെ കൺവീനറാണോ എന്നത് ഒന്നുകൂടി കൺഫേം ചെയ്യുക. കാരണം ആ സമരസമിതിയുടെ കൺവീനർ സുനിൽ ദേവസി ചൂതപ്പറമ്പിലാണോ എന്ന് ഒന്നും കൂടി കൺഫേം ചെയ്യുക. വഴിയെ പോയ ഒരാൾ കൈരളിയിൽ ചാരണ്ട. ഇന്ന് ആദ്യം തന്നെ കൊടുത്തത് മറ്റു ചാനലുകളാണ്. മറ്റു ചാനലുകൾ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ വ്യക്തിയുടെ അഭിപ്രായം കൊടുത്തു. ആ അഭിപ്രായം എന്ന് പറയുന്നത് ശാശ്വത പരിഹാരം പുതിയ നിയമത്തിലൂടെ ഉണ്ടാകും. BJP നേതാക്കൾ ആ സമരപ്പന്തലിൽ വന്ന് പറഞ്ഞു നൽകിയിട്ടുള്ള ഉറപ്പതാണ്. ഇനിയും ഞങ്ങൾ എത്ര ദൂരം താണ്ടേണ്ടിയിരിക്കുന്നു, നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടം നടത്തൂ, തുടരൂ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോഴാണ് ആ പ്രതികരണം ഉണ്ടായത്. അത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അത് മാത്രവുമല്ല, വൈദികരും അതെ 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 അല്ല, ഞാൻ പറഞ്ഞത് കൃത്യതയോടുകൂടി
കുറച്ചുകൂടി കൃത്യതയോടുകൂടി അവിടുന്ന് സമര പന്തലിലുള്ളവരെയോ ഞാൻ സമീപിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയാണ്. കാരണം ഈ കൺവീനറാണെന്ന് പറയുന്ന ആൾ സ്ഥലത്ത് പോലും ഇല്ല എന്നുള്ളൊരു വാസ്തവം നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഏതായാലും നമ്മുടെ വിഷയം അതല്ലല്ലോ. ഈ വിഷയത്തിനകത്ത് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്താണ് എന്ന് സ്ഥലത്തെ മറ്റുള്ളവരുടെ ഇടപെടലുകളില്ലാതെ കൃത്യമായ നല്ല വ്യക്തമായ വടിവത്ത ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി കേട്ടാൽ വളരെ വ്യക്തതയുണ്ടാകും. കാരണം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം കോടതിയെ ശുംഭനെന്നോ അല്ലെങ്കിൽ വെളിവില്ലാത്തവരെന്നോ ആ രീതിയിൽ സംബോധന ചെയ്യുന്ന ഒരു സംസ്കാരം അല്ലെ ആ ഒരു രീതി അവർക്കില്ലാത്തതുകൊണ്ട് അവരെന്താണ് പറഞ്ഞത്? കോടതിയിൽ നടപടികൾ നടക്കുന്നു, അതിനകത്ത് പുതിയ നിയമപ്രകാരം സുപ്രീം കോടതിയിൽ അധികം ഇടപെടാൻ കഴിയും, പുതിയ നിയമപ്രകാരം നമുക്കത് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിയും എന്ന് വളരെ വ്യക്തതയോടുകൂടി ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ ഈ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവർ മുഴുവൻ വേറെ എന്തൊക്കെയോ പറയുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് തരത്തിലുള്ള ഇൻ്റർപ്രട്ടേഷനാണെന്ന്. ഒന്നുകൂടി ഞാൻ പറഞ്ഞത് ചലഞ്ച് ചെയ്യുന്നു. ഒന്നുകൂടി വ്യക്തതയോടെ ജനത്തെ കേൾപ്പിക്കൂ എന്താണ് കേന്ദ്രമന്ത്രി പറഞ്ഞതെന്ന്. ഇവിടെ രാഷ്ട്രീയമാണ് പ്രശ്നം. ഞാൻ തീർച്ചയായും ഞാൻ പറയുന്നു അങ്ങനെയല്ലല്ലോ റിജിജുവിന് ആരാണെങ്കിലും. കെന്നഡി, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ കേന്ദ്രമന്ത്രി റിജിജു അഭിപ്രായങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ആ വേദിയിൽ തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, മലയാളിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു. ഇല്ലേ, ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലല്ലേ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ നേരമായി. ഏതായാലും കെന്നഡിയുടെ വാദം അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഈ പറഞ്ഞത് വൈദികർ ആ വേദിയിൽ വെച്ച് പറഞ്ഞതാണ്. ആ പറഞ്ഞത് അതിന് ആര് സമാധാനം പറയും? അല്ലെങ്കിൽ എങ്ങനെ കെന്നഡി അതിനെ ന്യായീകരിക്കും? ഇന്ന് അവർ പറഞ്ഞത് അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? BJP നേതാക്കൾ. അവർ പറഞ്ഞത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. വൈദികർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ കേട്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അതുണ്ടായില്ല. ഗുഡ് ന്യൂസ് പ്രതീക്ഷിച്ചു. അപ്പോൾ മന്ത്രി വന്ന് മുനമ്പത്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് BJP നേതാക്കൾ തന്നെ അവിടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ അതുണ്ടായില്ല എന്ന് ധരിക്കുന്ന ആളുകളോടാണോ കെന്നഡിയുടെ ഈ വിശദീകരണം? ശരത്തെ, ഞാൻ ആ പറഞ്ഞതിനെ ഖണ്ഡിക്കുന്നില്ല. ശരത്ത് പറഞ്ഞതിനകത്ത് അർത്ഥസത്യമുണ്ട്. കാരണം ഒരു ആൾക്കൂട്ടം, ഒരു ജനക്കൂട്ടത്തിനകത്ത് വിവിധ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളവരും ഉണ്ടാവാം. അപ്പോൾ ആ രാഷ്ട്രീയം മിക്സപ്പാക്കി ചിലർ സംസാരിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ എനിക്ക് ശേഷം സംസാരിക്കാൻ ഇവിടെ ഒരു പുരോഹിതൻ ഇരിപ്പുണ്ടല്ലോ. അദ്ദേഹം പറയുന്നതിന് മുമ്പേ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം നോക്കിയാൽ അദ്ദേഹം അറിയപ്പെടുന്ന BJP നിലപാടുകാരനാണ്. അദ്ദേഹം അതേ എടുക്കുള്ളൂ. കെന്നഡി അങ്ങനെ പറയൂ എന്ന് മറ്റുള്ളവർക്ക് നല്ല ധാരണയുണ്ട്. കെന്നഡി പറയുന്നതും BJPക്ക് അനുകൂലമായേ പറയൂ എന്നുള്ളത് മറ്റുള്ളവർക്കും അറിയാമല്ലോ. അല്ല ശരത്തെ, ഞാൻ തീർത്തു പറയുന്നു, രാഷ്ട്രീയ അന്ധതയില്ലാത്ത കേരളത്തിലെ ഏതൊരു മനുഷ്യനും രാഷ്ട്രീയ അന്ധതയില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ മൂന്നാമതും അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും കാണില്ല. രാഷ്ട്രീയ അന്ധതയില്ലെങ്കിൽ വ്യക്തിപരമായി ഞാനും അത് ആഗ്രഹിച്ചിരുന്നു. മുനമ്പ് ഇഷ്യൂ വരെ. കാരണം മുനമ്പ് ഇഷ്യൂവിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറയട്ടെ, ധൃതിപ്പെടാതെ ഞാൻ പറഞ്ഞോട്ടെ. ഈ വിഷയത്തിനകത്ത് അവിടെ കോൺഗ്രസോ CPMോ വ്യക്തമായ ഒരു നിലപാട് കൊടുത്തില്ല. നിങ്ങളെ രക്ഷിക്കാം കേന്ദ്ര നിയമമാണ്, നിങ്ങളെ രക്ഷിക്കാം എന്ന് സംസ്ഥാനം പറയുക. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുക. അതിനകത്തും നടന്ന കള്ളക്കളികൾ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു ഘട്ടത്തിൽ തോറ്റു? അതിൻ്റെ പിന്നിൽ ആരായിരുന്നു? കോൺഗ്രസും ലീഗുമായിരുന്നു. ഇത് മുഴുവൻ മുനമ്പത്ത് പാട്ടാണ് സ്ഥലത്തെ. ഇതിനകത്തെ വസ്തുത സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചാലേ ആ നിയമത്തിനകത്ത് വ്യക്തമായ മാറ്റം വരുത്താനാവൂ, എന്നുവരെ മുനമ്പക്കാരെ സഹായിക്കാനാവൂ. ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇവിടെ ചെയ്തത് എന്താണെന്നും ജനം കണ്ടില്ലേ? ഈ മുനമ്പത്തുകാർക്ക് ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഐകകണ്ഠ്യേന വഖഫ് നിയമത്തിന് അനുകൂലമായി റെസൊല്യൂഷൻ പാസ്സാക്കിയത്? അല്ല. പിന്നെ നമ്മൾ തീർത്തും മുനമ്പക്കാരെ പറ്റിക്കാനുള്ളൊരു സമീപനത്തിലേക്ക് പോകരുത്. കേന്ദ്രമന്ത്രി ഇന്ന് ഒരു കാരണവശാലും അത്തരത്തിൽ കൈവിട്ട് കളഞ്ഞ് സംസാരിച്ചിട്ടില്ല. ശരി, ആ പോയിന്റിൽ തൽക്കാലം താങ്കളുടെ വാദം, കെന്നഡിയുടെ വാദം കേന്ദ്രമന്ത്രി റിജിജുവും ആ നിലയിൽ കൈവിട്ടിട്ടില്ല എന്ന നിലയിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് ഓരോന്നായി വരാം. മറ്റുള്ളവർക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഈ
ഈ നിയമം മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ല എന്നാണ് കേരളത്തിലെ എംപിമാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. വഖഫ് നിയമത്തിലെ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമം, ആ പുതിയ ഭേദഗതി എന്ന് പറയുന്നത്, അതിന് വിപുലമായ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിവിധ മാനദണ്ഡങ്ങളുണ്ട്, വിവിധ മാനങ്ങളുണ്ട്. അതിനൊരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വളരെ കൃത്യമായ അജണ്ടയുണ്ട്. അതിലൂടെ ന്യൂനപക്ഷ വേട്ടയുടെ ഒരു ഭാഗം അതാണ്. മറുഭാഗത്ത് ക്രൈസ്തവ വേട്ടയുടെ നിരവധിയായ അനുഭവങ്ങൾ. ഒരു വർഷത്തിനുള്ളിൽ 700-ൽ പരം ആക്രമണങ്ങൾ. ജബൽപൂരിലെ ഇതേ സമയത്ത് തന്നെയാണ് ജബൽപൂരിൽ, ദില്ലിയിൽ നമ്മൾ കണ്ടത്. ജബൽപൂരിലും ദില്ലിയിൽ പ്രകടനത്തിനുള്ള അനുമതി നിഷേധിച്ചതും അടക്കം. അതുപോലെ തന്നെ RSSൻ്റെ ഓർഗനൈസർ ക്രൈസ്തവ സഭകളുടെ സ്വത്തിനെക്കുറിച്ച് എഴുതിയതുമെല്ലാം ഇതേ കാലത്താണ്. അപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷ സമീപനത്തിൻ്റെ വ്യത്യസ്ത രീതികൾ അതിലുണ്ട്. ലക്ഷ്യമൊന്നാണ് സംഘപരിവാറിനെ സംബന്ധിച്ച്. ഇത് ആ രീതിയിലൊക്കെ കാണേണ്ടതായിട്ട് വരും. പക്ഷേ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ആരാണ് കേരളത്തിൽ ആ ജനതയ്ക്കൊപ്പമല്ലാത്തത്? ആ ജനതയുടെ സമാധാനപൂർണ്ണമായ ജീവിതമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? കാലതാമസം എന്നൊക്കെ പറയുന്ന പ്രശ്നം ആ നാടിനുണ്ടാകും നിശ്ചയമായും. അതടക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പരിഹരിക്കുമെന്ന് പറയുന്ന ഉറപ്പുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുണ്ട് എങ്കിൽ, അവരുടെ താല്പര്യങ്ങളുണ്ട് എങ്കിൽ, അവർ നൽകിയ ഉറപ്പുകൾ അതേ മട്ടിൽ പറയാൻ ആ മണ്ണിൽ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അത് പ്രധാനം തന്നെയാണ്. ഇവിടെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫാദറിലേക്കും വരാം, അതുപോലെ തന്നെ ഷൈജു ആൻ്റണിയിലേക്കും വരാം. ശ്രീ ഷൈജു, താങ്കളുടെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് എന്താണ് ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ മുമ്പിൽ ഈ വന്ന മുനമ്പവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ? ശരത്ത്, എനിക്ക് പറയാനുള്ളത്, മുനമ്പം എന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ വ്യാപാര മേഖലയായി മാറിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ ഒരു വിൽപ്പന ചരക്കിനെ പോലെ വെച്ചിരിക്കുക. BJP അതിനായിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ കാണുന്നത്. തുടക്കത്തിൽ തന്നെ പലവട്ടം ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ 2ാം ദിവസം തന്നെ സമരസമിതിയുടെ വിവിധ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് സുരേഷ് ഗോപി ബന്ധപ്പെട്ടിരുന്നു, ജോർജ് കുര്യൻ ബന്ധപ്പെട്ടിരുന്നു, കിരൺ റിജിജു വന്ന് ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തും. അതോടുകൂടി പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കും, ഏതാനും ദിവസം കൂടി കാത്തിരിക്കും എന്നിട്ട് പറയും. അപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പരിഹാരം? ഈ വഖഫ് നിയമത്തിനകത്ത് നിങ്ങൾക്ക് പരിഹാരം എന്താണുള്ളത്? വഖഫ് നിയമത്തിനകത്ത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. വഖഫ് നിയമത്തിനകത്ത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത് അത് പറഞ്ഞത് ആരാണ്? കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ, അദ്ദേഹം പറഞ്ഞില്ല. വഖഫ് മുനമ്പം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് മുനമ്പം എന്നൊരു വാക്ക് പോലും ഇല്ല. 984 പേജുകളുണ്ട് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മുനമ്പത്തെക്കുറിച്ച് സ്പർശിക്കുന്നേ ഇല്ല. അപ്പം JPC പറഞ്ഞിട്ടില്ല, BJPയുടെ അഖിലേന്ത്യാ നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് BJPയുടെ കേരള നേതാക്കളും കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരും കേരളത്തിൻ്റെ ബാക്കിയുള്ള ആളുകളുമാണ് പറഞ്ഞത്. അവർ അത് പറയുന്നതിൻ്റെ കാരണം അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. അവരുടെ അജണ്ട വെച്ചാണ് അവർ പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ പ്രശ്നപരിഹാരം എന്ന് ചോദിച്ചാൽ അവർക്കൊരു മറുപടിയില്ല. വളരെ ചുരുക്കം, ഇത്രയും വലിയ ഒരു ബില്ല് എഴുതിയുണ്ടാക്കിയപ്പോൾ മുനമ്പം പ്രശ്നം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ വഖഫ് രജിസ്റ്ററിൽ ഒരു ഭൂമി കയറുന്നതിന് മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും എന്ന ഒരു വാചകം എഴുതി ചേർത്തിരുന്നെങ്കിൽ ഈ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായാനെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമി ഇടപാട് നടന്നത് 1952-ലെ അപ്പോൾ ഈ 54-ന് മുൻപ് 52-ൽ വന്നിട്ടുള്ള ഈ ഭൂമി ഇടപാട് പിന്നീടാണ് അത് വഖഫ് എന്ന നിലയിലേക്ക് തിരിച്ചറിവുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ അത് സ്ഥാപിക്കപ്പെടുന്നതും ആ പ്രശ്നങ്ങളും വരും. ഇതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ശരത്തെ, ഞാനതല്ല ഉദ്ദേശിച്ചത്. ശരത്ത്, ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ മുനമ്പത്ത് ഈ ഭൂമി വാങ്ങിയവരുടെ ഭൂമി വഖഫ് രജിസ്റ്ററിൽ കയറ്റുന്നത് 2019-ലാണ്. അവർ ഭൂമി വാങ്ങിയത് 2012-13 കാലഘട്ടങ്ങളിലാണ്. അത്രയും കാലങ്ങളിൽ ഇത് വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ഇല്ല. ഞാൻ പറഞ്ഞു, ഒരു നിയമം ഉണ്ടാക്കുന്ന ആൾ പറയുകയാണ്, ഒരു ഭൂമി വഖഫ് രജിസ്റ്ററിൽ കയറുന്നതിന് മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും എന്ന് ഒരു വാചകം ആ നിയമത്തിൽ എഴുതി ചേർത്താൽ അതോടുകൂടി തീർന്നു പ്രശ്നം.
പിന്നെ കേസിന് പോകണ്ട, ഒരു സാധനത്തിനും പോകണ്ട. ഇതേ സാധനം തന്നെയല്ലേ വഖഫ് ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസം ചോദിച്ചത്? വഖഫ് രജിസ്റ്ററിൽ കയറുന്നതിന് മുമ്പല്ലേ ക്രയവിക്രയം എന്ന് വഖഫ് ട്രിബ്യൂണൽ പോലും ചോദിച്ചതല്ലേ? അതേ സാധനം എന്തുകൊണ്ട് നിയമത്തിൽ എഴുതി ചേർത്തില്ല? ഞാൻ പറഞ്ഞത് നിയമത്തിൽ എഴുതി ചേർത്താൽ ആ ജനത്തിനൊരു പരിഹാരമാകുമെന്ന്. ഞാൻ മുനമ്പം സമരസമിതിയുടെ അകത്ത് സമര വേദിയിൽ പോയി നിന്ന് പ്രസംഗിച്ചയാളാണ്. ആ ജനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തിരി പോസ്റ്റുകൾ ഇട്ടയാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് നിർബന്ധമായും എനിക്ക് ആഗ്രഹമുള്ളയാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ക്ലോസ് അതിനകത്ത് എഴുതി ചേർത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമായേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, 2019 വഖഫ് രജിസ്റ്ററിലാണ് 19 വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമികൾ മുഴുവൻ കയറുന്നത്. അതിനു മുമ്പ് ക്രയവിക്രയം നടത്തി കാശ് കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമി രജിസ്റ്റർ ചെയ്തതാണ്. ആ ഭൂമിക്ക് അതിനു മുമ്പ് നടത്തിയ ക്രയവിക്രയങ്ങൾ സാധുവായിരിക്കും എന്നൊരു വാചകം അത് എഴുതി ചേർത്താൽ പോരെ, പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലേ? അപ്പൊ ഇവിടുത്തെ ഒരു അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ മറ്റെങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 2025 നിയമം വരുന്നതിന് മുമ്പ് ഇവിടെയുള്ളൊരു നിയമം എന്ന് പറയുന്നത് വഖഫ് ആക്ട് 1995 ആണ്. വഖഫ് ആക്ട് 1995 ഒരു സെക്ഷൻ 97 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടിനകത്ത് ഇറ്റ് എംപവേഴ്സ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഇഷ്യൂ ജനറൽ ഓർ സ്പെഷ്യൽ ഡയറക്ഷൻസ് ടു ദ വഖഫ് ബോർഡ് എന്നാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ജനറലായോ സ്പെഷ്യലായോ ഡയറക്ഷൻസ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ആക്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, സെൻട്രൽ ആക്ട് ആണ് എന്നൊക്കെ ഇവർ പറയുമ്പോഴും ഈ സെക്ഷനെ കുറിച്ച് ഇവർ ബോധവാന്മാരാകണം. അങ്ങനെ ഒരു സെക്ഷൻ അതിനകത്തുണ്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് the Waqf board must comply with the directions issued by the state government എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ സത്യസന്ധമായി ഒരു റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഒരു ഡയറക്ഷൻ വഖഫ് ബോർഡിന് കൊടുത്താൽ വഖഫ് ബോർഡ് അത് കംപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് 95 നിയമത്തിൽ തന്നെ ഉണ്ട്. അതനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമപരമായി പഠിച്ചത് കൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ വഖഫ് ബോർഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് നിയമപരമായി എല്ലായിടത്തും നിലനിൽക്കും. ആ ഡയറക്ഷൻ കംപ്ലൈ ചെയ്യാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥമാകും. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് വളരെ കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് വളരെ കൃത്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് നേരെ കൊണ്ടുപോയി ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, ആ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ഇത് ഏകപക്ഷീയമാണെന്നും ഒന്നും പഠിക്കാതെയുള്ള ഡയറക്ഷൻ ആണെന്നും പറയുമായിരുന്നു. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ആ ജുഡീഷ്യൽ കമ്മീഷൻ വിഷയം പഠിക്കുന്നു. പഠിച്ചിട്ട് കിട്ടുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് വളരെ കൃത്യമായ ഡയറക്ഷൻസ് ഈ വഖഫ് ബോർഡിന് കൊടുക്കാൻ കഴിയും. അത് 1995 നിയമപ്രകാരമാണ്. 2025 നിയമത്തിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. കാരണം ഈ പ്രശ്നം രൂപപ്പെട്ടപ്പോൾ 2025 നിയമത്തിൽ അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ മുനമ്പം പ്രശ്നത്തിനൊരു പരിഹാരമായി ഭേദഗതി ബില്ല് വരുന്നില്ല എന്ന് ആ ബില്ല് പഠിച്ച് ആ ബില്ലുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസാരിച്ച കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചത്. അതിനെ ഖണ്ഡിക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ആ പ്രസംഗത്തിലും നേരത്തെ ഷൈജു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ഘട്ടങ്ങളിലൊന്നും മുനമ്പം പരാമർശിച്ചിട്ടില്ല. സഭയിലെ വിമർശനങ്ങളിൽ തർക്കങ്ങളിൽ മറുപടിയിലും ആ നിലയിൽ അതിനെ ഖണ്ഡിക്കാൻ ഇപ്പോൾ മുനമ്പത്തുള്ള കേന്ദ്രമന്ത്രി റിജിജു സഭയിലും തയ്യാറായിട്ടില്ല എന്ന സാഹചര്യത്തിൽ നിന്ന് താങ്കളുടെ ആ സംശയം പ്രസക്തമാണ്. അതിലില്ല എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഇതിനിടയിൽ സംസ്ഥാന സർക്കാർ ആ പണം കൊടുത്തു വാങ്ങിയ ഭൂമിക്ക് കരമടയ്ക്കുന്നതോടുകൂടി കൈവശം പൊസഷൻ എന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു നിയമപരമായ തർക്കത്തിൽ വളരെ ബലവത്തായ ഒരു സാഹചര്യമാണല്ലോ, ഘടകമാണല്ലോ. കരമടയ്ക്കാനുള്ള അനുമതി കൊടുക്കുന്ന തീരുമാനം വന്നു. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്ന സാഹചര്യം വരികയും ചെയ്തു. ഇത് മുമ്പ് പറഞ്ഞതുപോലെ അത്തരം നടപടികളിലേക്ക് പോയാൽ നിയമപരമായ തടസ്സമുണ്ടാകും. പക്ഷേ വഖഫ് നിയമത്തിനകത്ത് തന്നെ വഖഫ് ബോർഡിന് നിയമപരമായി കൊടുക്കാവുന്ന ഒരു ഡയറക്ഷനിൽ എങ്ങനെ നിയമപരമായി പെരുമാറാം എന്നും മനസ്സിലാക്കി അതിൻ്റെ കൂടി മുൻ അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ കമ്മീഷനെ വെച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണോ ഷൈജു വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്? ശരത്ത്, ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാനുള്ള വകുപ്പ് 1995 നിയമത്തിലുണ്ട്. 2025 നിയമം ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഈ പ്രൊവിഷൻ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറഞ്ഞത് 95 നിയമത്തിലുണ്ട്. അതിനു മുമ്പ്
ഒരു വഖഫ് ഭൂമിയായി ക്ലെയിം ചെയ്ത ഒരു ഭൂമിക്ക് കരമടയ്ക്കാനുള്ള ഒരു ഉത്തരവ് കൊടുത്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനും ഇത്തരം വളരെ നിസ്സാരമായിട്ട് അതിനെ സ്റ്റേ മേടിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനെയെല്ലാം മറികടക്കാൻ തക്ക വിധത്തിൽ വളരെ കൃത്യമായി നിയമവൃത്തങ്ങൾ ആലോചിച്ചുറപ്പിച്ചാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ വിഷയം നിങ്ങൾ ആധികാരികമായി പഠിക്കൂ. വിഷയം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ദിസ് ഈസ് ദ ഓൺലി പോസിബിൾ വേ ഔട്ട്. അല്ലാതെ ഈ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ആ മുനമ്പത്തെ മനുഷ്യരുണ്ടല്ലോ, ഇനി ഈ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറയും കൂടി ഇതേ വിഷയം ചർച്ച ചെയ്യുമെന്ന്. അല്ല, അതൊക്കെ കൊണ്ടുകൂടി ആകണം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പാർലമെന്റിലടക്കം അസ്വസ്ഥനായത്. കാരണം അങ്ങനെ ഒരു കമ്മീഷൻ വന്ന് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന അപകടം അവരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപകടം ഇൻവെർട്ടഡ് കോമയിലാണ്. അവർക്കൊട്ടും താല്പര്യം തോന്നാത്ത ഒരു അപകടം അതിലുണ്ടല്ലോ. അതുകൊണ്ടാകണം ആ കമ്മീഷൻ എടുത്ത് തോട്ടിലിടും കടലിടും എന്നൊക്കെയുള്ള വലിയ ജൽപ്പനങ്ങൾ, വലിയ തരത്തിൽ എന്തൊക്കെയോ പറയുന്ന രീതിയൊക്കെ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടതാണല്ലോ. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ ആകണം ഇത് അപകടമാണെന്ന് കണ്ടതുകൊണ്ടുകൂടിയാവണം അങ്ങനെ ഒരു പൊസിഷൻ എടുത്തതെന്ന് പറയേണ്ടി വരും. ഷൈജു. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിനകത്ത് വളരെ കൃത്യമായൊരു പരിഹാരം ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വഴി ഉണ്ടായേനെ. ആ റിപ്പോർട്ട് ഇംപാർഷ്യലായി വഖഫ് ബോർഡിൻ്റെ ക്ലെയിംസും അവിടുത്തെ മനുഷ്യരുടെ ക്ലെയിംസും എല്ലാം പഠിച്ചിട്ട് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതനുസരിച്ച് ഒരു ഡയറക്ഷൻ എങ്ങാനും കൊടുത്താൽ ആ ഡയറക്ഷൻ പാലിക്കാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥമാണ്. അങ്ങനെ ഒരു പരിഹാരം അവിടെ ഉണ്ടാകേണ്ട ഘട്ടത്തിലാണ് ആവശ്യമില്ലാതെ വഖഫ് നയമത്തിലൂടെ പുതിയ നിയമത്തിലൂടെ പരിഹാരം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞു വന്നത്. പുതിയ നിയമം മുനമ്പം പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതേ അല്ല. പുതിയ നിയമം മറ്റു ചില കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ്. ഞാൻ റവറൻഡ് ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിലേക്ക് വരികയാണ്. ഫാദർ, താങ്കൾ സംസാരിക്കും മുമ്പ് തന്നെ താങ്കൾ പറയാൻ പോകുന്നതിനെ സംബന്ധിച്ചൊരു മുൻവിധിയോടെയുള്ളൊരു സമീപനം നേരത്തെ കെന്നഡിയുടെ ഭാഗത്തു നിന്നും, അതായത് എന്തെങ്കിലും ആവട്ടെ, അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായി അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഷൈജു പറഞ്ഞതുപോലെ ഈ പ്രശ്നത്തെ ആകെ പരിശോധിച്ചാൽ ഒരു സങ്കീർണമായ പ്രശ്നം അനുഭവങ്ങളുടെയും നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതിൽ ചെയ്യേണ്ടതെന്താണ് എന്ന രീതിയിൽ പോകുന്നതിൻ്റെ ഒരു ശരിയായ പോക്കാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പോക്ക്. ജുഡീഷ്യൽ കമ്മീഷൻ മറുഭാഗത്തെ സമീപനങ്ങളൊക്കെ ആ നിലയിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ തോതിലും അളവിലുമുള്ളതാണ് എന്ന് തോന്നുന്ന അവസ്ഥ. കാരണം കേന്ദ്രമന്ത്രി തന്നെ ഇന്ന് മുനമ്പത്ത് വന്ന് അവിടെ അവർക്ക് കൊടുത്ത ഈ ഉറപ്പുകൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ കൊടുത്ത ഉറപ്പിനൊക്കെ അപ്പുറം, അതേ മന്ത്രിയാണല്ലോ, അങ്ങനെ അങ്ങ് പറയാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് മന്ത്രി വന്നതാ ഇങ്ങനെയൊക്കെ പറയും, എല്ലാ ഉറപ്പും കിട്ടും, എല്ലാം തീർന്നു, എല്ലാം സെറ്റായി കഴിഞ്ഞു എന്നൊക്കെ പറയാം. പക്ഷേ മന്ത്രിക്ക് അത്ര നിലയിൽ പറ്റില്ല എന്ന അവസ്ഥ നമ്മൾ റിജിജുവിൽ അവിടെ കണ്ടതാണ്. അതാണൊരു വലിയ നിരാശ അവിടെ വൈദികരിൽ അല്ലെങ്കിൽ സമരക്കാരിൽ ഒക്കെ കണ്ടത്. അപ്പോൾ അത് അവർ തുറന്നു പറയുകയും ചെയ്തു മാധ്യമങ്ങളോട്. അപ്പോൾ ഇതിനകത്ത് മുതലെടുപ്പിനപ്പുറം ഒരു ഗൗരവമായ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇതിൻ്റെ പേരിൽ ഒരു നാട് വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് ഒരു ആയുധമായി മാറരുത്. ഇതല്ലേ ശരിയായൊരു മലയാളി കേരളം ചിന്തിക്കേണ്ടത്? 2-3 കാര്യങ്ങളുണ്ട് ശരത്തെ. ഒന്നാമത്തേത്, എൻ്റെ അടുത്ത സ്നേഹിതനാണ് കരിമ്പുംകാല. ഞങ്ങൾ കൂടെ ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കാറില്ല. പുള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അതോടെ നിൽക്കട്ടെ. നിങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫാദറിനെ മനസ്സിലായത് അദ്ദേഹത്തിന്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കുന്ന ജോഷി മയ്യാറ്റലച്ചനുമായിട്ട് ഇന്ന് വൈകിട്ട് ഞാനൊന്ന് സംസാരിക്കുകയുണ്ടായ. ആദരണീയനായ കേന്ദ്രമന്ത്രി റിജുജി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം ജോഷി മയ്യാറ്റലച്ചൻ ഈ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 2 ദിവസം മുമ്പ് റിജുജി അടക്കമുള്ള ആളുകൾക്ക് അദ്ദേഹം ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്തിനകത്ത് മുനമ്പത്ത് നിങ്ങൾ വെറും കൈയോടെ വരരുത്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വലിയൊരു ഇത് കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ജനങ്ങളെ ആകെ നിരാശപ്പെടുത്തുകയും കേരളത്തെ മുഴുവനായിട്ട് നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ശ്രീ റിജുജി വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് അദ്ദേഹത്തെ അടുത്ത് പരിചയമുണ്ട്. ഞാൻ മറ്റൊരു സംസ്ഥാനത്തിലെ പ്രശ്നവുമായിട്ട് നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് കേന്ദ്ര ഹോം മിനിസ്ട്രിയിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതുകൊണ്ട് 1 മണിക്കൂർ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് സംസാരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി അത്ര അതോട് മണിപ്പൂർ മാത്രമല്ല, അതേപോലുള്ള കേരളത്തിന് വെളിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പം അന്ന് അദ്ദേഹത്തിന്റെ
കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ്. അപ്പം ഇവർ ഈ പറയുന്ന പോലെ കൊട്ടിഘോഷിക്കുന്ന പോലെ ഒന്നും തന്നെ അപ്പം കാണുന്നതിനെ കയറി അപ്പാത് വിളിച്ചുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല സ്ഥലത്തെ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്യൂവിന്റെ പരിഹാരം എന്താണെന്നുള്ളത് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയും അവിടുത്തെ ഭരണകൂടം അതിനു വേണ്ടുന്ന മുൻകൈ എടുത്ത് അത് പരിഹരിക്കാനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എന്തെല്ലാം സംസ്ഥാന തലത്തിൽ കൊണ്ടുവരാൻ കഴിയും, അതെങ്ങനെ കേന്ദ്ര തലത്തിലേക്കും കൂടെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ആയിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നതും. അത് ആരംഭം മുതൽ തന്നെ ഞങ്ങൾ ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പല സമയത്തും മുനമ്പത്ത് പോവുകയും അവിടുത്തെ ഇപ്പൊ നേരത്തെ ഇവിടെ എന്റെ സ്നേഹിതൻ പേര് പറഞ്ഞായിട്ടുള്ള ആ വ്യക്തിയുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹമൊക്കെ ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ച വ്യക്തികളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം അവരൊക്കെ അവിടുത്തെ വികാരി അച്ഛന് അദ്ദേഹത്തിന്റെ വേദനയൊക്കെ ആരോട് പങ്കുവെക്കും? ഇങ്ങനെയുള്ള എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായി അവരുടെ ജീവിതത്തിലെ നേറിയ പങ്കും ഇങ്ങനെ പൊരുവേലത്തൊക്കെ ഇരുന്ന് റൈറ്റ്. അദ്ദേഹം സൂമിലാണ്, റേഞ്ച് പോയതാണെന്ന് വിചാരിക്കുന്നു. ഫാദർ കേൾക്കാമോ? റൈറ്റ്, നമുക്കതിലേക്ക് വരാം, അദ്ദേഹത്തിലേക്ക് വരാം, ഫാദറിലേക്ക് മടങ്ങി വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, നേരത്തെ കെന്നഡി സംസാരിച്ചപ്പോൾ ഉള്ള അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെയാണെങ്കിലും കേന്ദ്രമന്ത്രി കൈവിടുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞതിനെ ആ നിലയിലല്ല. ഇപ്പോൾ കേരളം ആകെ ചർച്ച ചെയ്യുന്നതും അവിടെ മുനമ്പം നിവാസികൾക്ക് വലിയ നിരാശ, ഇപ്പോൾ ഫാദർ ജോൺസൺ തേക്കടയിൽ പറഞ്ഞതും ഷൈജു ആൻ്റണി പറഞ്ഞതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കെന്നഡി ആ നിലയിൽ വിശ്വസിക്കുന്നില്ല. കേന്ദ്രമന്ത്രിക്ക് പലതും ചെയ്യാനാകും, ആ നിലയിൽ കൈവിടില്ല എന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാധാരമായി അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ആ വഖഫ് ഭേദഗതി ബില്ലിൽ നിന്നുകൊണ്ട് തന്നെ അത് സാധ്യമാകും എന്ന നിലയ്ക്കാണ്. കേരളത്തിലെ ഇരു മുന്നണികളെയും വലിയ ഫാദർ എന്നാൽ പറഞ്ഞത് ഒന്ന് പൂർത്തിയാക്കാമോ? കേൾക്കാമോ ഇപ്പോൾ? അപ്പം ഞാൻ വരാം, ഇത് തീർത്തിട്ട് വരാം. ജീവിത സന്ധാരണത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാം അവരവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള, അപ്പൊ അതിന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം. അതിനുവേണ്ടിയിട്ടാണല്ലോ നമ്മള് ഭരണഘടന പ്രകാരം ആളുകളെ തെരഞ്ഞെടുത്ത് ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളിലും ഒക്കെ ആക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഈ ജനത്തെ തിരസ്കരിച്ചുകൊണ്ട്, അവരെ തമസ്കരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പാടില്ല എന്നുള്ള മട്ടിലുള്ള ജീവിത രീതി. അപ്പോഴത്തേക്ക് ചില ആളുകള് അവരെ കൂട്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമ്മുടെ കേരളത്തിൽ നേരത്തെ ശരത്ത് ഓർപ്പിച്ച പോലെ, ചോദിച്ചതുപോലെ ഒരു വലിയ ധ്രുവീകരണം ഉണ്ടാക്കിയിരിക്കുന്നു. മാനസികമായിട്ടുള്ള ഒരു വലിയ അനൈക്യം നമ്മളിൽ സംജാതമാക്കപ്പെട്ടു എന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് നേടി? ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ട് അല്ല, അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത് ഫാദർ, അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്കെല്ലാം ഇതാണ് ഇവരുടെ ആഗ്രഹം, ഇത് മനസ്സിലാക്കണം, അത് തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അവരുടെ ആഗ്രഹം അതായിരുന്നു. അപ്പൊ ശരത്തെ അപ്പൊ അത് മാത്രമല്ല, അതിന് കുറച്ചും കൂടെ നേരത്തെ ശരത് പറഞ്ഞു കുറച്ച് ഡ്രാഗ് ചെയ്യുമെന്ന്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. ഡ്രാഗ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു സമൂഹത്തെ മുഴുവനായിട്ട് ഇത്രയും നാളുകൾ നമ്മൾ സമരപന്തലിൽ അല്ലായിരുന്നു ഇരുത്തേണ്ടത്. അതിന് മുമ്പ് തന്നെ ബഹുമാന്യനായിരിക്കും നമ്മളൊക്കെ ആദരിക്കുന്ന മുഖ്യമന്ത്രി അവരുമായിട്ടൊരു ചർച്ച നടത്തി അതിനൊരു പരിഹാരം ഞാൻ കണ്ടെത്തി തരാം, നിങ്ങൾ ഇപ്പോൾ സമരം അവസാനിപ്പിക്കൂ എന്ന് പറയാനും കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയെങ്കിലും മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ള. കാരണം ഈ കേന്ദ്രമന്ത്രിമാർക്ക് അവർക്ക് ഇവിടെ വന്നിട്ട് അവരുടെ നേട്ടങ്ങൾ മാത്രം കൊയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിത്തുകൾ വിതയ്ക്കാം. അതിനകത്ത് ചിലപ്പോൾ വിഷവും കലർന്നേക്കാം. അത് അവരുടെ രീതിയായിരിക്കാം. നമ്മള് അതിൽ നിന്നും വശംവദരാകാനോ അതിന് ഇടം കൊടുക്കാനോ പാടില്ല എന്നുള്ളതും കൂടെ ഓർത്തുകൊള്ളണം. റൈറ്റ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഫാദർ ഇപ്പോൾ അവസാനം പറഞ്ഞത് വളരെ വ്യക്തമായൊരു മുന്നറിയിപ്പാണ്. വലിയൊരു ജാഗ്രത ആ നിലയിൽ ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളായി ഇത്തരം പ്രശ്നങ്ങളെ മാറ്റുന്നവരെ കരുതിയിരിക്കേണ്ട ഉത്തരവാദിത്വം നാടിനുണ്ട്, നാടിൻ്റെ ഭരണാധികാരികൾക്കുണ്ട്. മുഖ്യമന്ത്രി അടക്കം അക്കാര്യത്തിൽ ഇനിയും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ളത്. നേരത്തെ കെന്നഡി പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതിനോടൊപ്പം ഈ കേരളത്തിലെ ഇരു മുന്നണികളെയും ഒരുപോലെ ഇക്കാര്യങ്ങളിൽ അവിശ്വസിക്കേണ്ടതാണ് എന്നൊരു വലിയ പ്രചാരണം BJP നടത്തുമ്പോൾ അതിലേക്ക് തന്നെ ഉള്ള ഒരു പ്രചാരണത്തിൻ്റെ, അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ടാണ് കെന്നഡിയും സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം കോൺഗ്രസിനെയും ലീഗിനെയാണ് പേരെടുത്ത് വിമർശിച്ചത് ഈ വഖഫുമായി ബന്ധപ്പെട്ട്, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇങ്ങനൊരു നറേറ്റീവ് ഉണ്ടാക്കി വെക്കുക, അതിലൂടെ BJP അവരുടെ താല്പര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകും വിധത്തിലേക്ക് മാറ്റും. പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം, കേന്ദ്ര നിയമത്തിലെ ഭേദഗതി പോലും എന്ന യാഥാർത്ഥ്യമൊക്കെ മറച്ചുവെച്ചുള്ളൊരു പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ അതിന്നത്തതോടുകൂടി വലിയ തോതിൽ ഒന്ന് ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് ഇടയാക്കിയോ? കെന്നഡി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ ചർച്ചകളിൽ വളരെ ഗൗരവമായ നിലക്ക് നമ്മൾ കാണേണ്ട ഒരു സംഗതി, കേരളത്തിലെ മുനമ്പത്തെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ
ഈ വഖഫ് ഭേദഗതി ബില്ലിനകത്തുള്ള ന്യൂനപക്ഷ വിരുദ്ധ ഉന്നം, ആ ഉന്നത്തെ മറച്ചു പിടിക്കാൻ BJPക്ക് ആവുന്നു എന്ന് പറയുന്ന ഒരു ഗുണം അതിനകത്തുണ്ട്. മറ്റൊന്ന്, ഈ വിഷയം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് മുൻപത്തെ ആളുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി കഴിയുക എന്ന ശ്രമം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ബില്ലിൻ്റെ മേലെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ഇവിടെ വന്ന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വരുന്നതിൻ്റെ കാര്യം എന്താ? ഈ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് മുൻപത്തെ ആളുകളെ തങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്വാധീനിക്കാൻ വേണ്ടി കഴിയുമോ എന്ന BJP നീക്കത്തിൻ്റെ തുടർച്ചയും ഭാഗവുമാണ് ഈ നടന്നിരിക്കുന്ന കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. യഥാർത്ഥത്തിൽ ഈ നിയമ ഭേദഗതി കൊണ്ട് യാതൊരു നിലക്കും മുൻപത്തെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ആവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്നു മാത്രമല്ല, ഈ വിഷയത്തോട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് 600ഓളം കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടണം, അവകാശം കിട്ടണം എന്ന കാര്യത്തിൽ ആരാണ് കൃത്യമായി താല്പര്യം എടുക്കുന്നത്? ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ തുടരണമെന്ന് പറയുന്ന കോടതി വിധിയിൽ അതിനാദ്യ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് കോടതി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിനകത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ഉന്നം? അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശം നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് കോടതി മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ആ വിധിന്യായത്തിന് ആദ്യ ഭാഗത്ത് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കളമെടുക്കാൻ കഴിയും. അതിനെ സിംഗിൾ ബെഞ്ച് അത് നിഷേധിച്ചപ്പോൾ അപ്പീൽ പോയിട്ടുള്ളത് കേരള ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിനകത്ത് നേരത്തെ സ്വത്ത് വാങ്ങിയ ആളുകളുണ്ട്, സ്വത്തിന് മേലെ വാക്കാൽ അവകാശം കിട്ടിയ ആളുകളുണ്ട്, നികുതി നേരത്തെ അടച്ചു വന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ലാൻഡിൻ്റെ മേലെയുള്ള അവകാശം ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് വഖഫ് നിയമം ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ഒഴിപ്പിക്കാതിരിക്കാനാവുക? ഇതാണ് കേരള ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച ഓൺലൈൻ യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയൊരു കാര്യം എന്താ? ഒരു കാരണവശാലും അവിടെ കൃത്യമായിട്ട് നിയമാനുസരണം ഭൂമി വാങ്ങിയ ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല, അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ഉണ്ട്. ഇത്ര വ്യക്തമായ നിലക്ക് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ ഈ ഗവൺമെൻറ് വേറെ ആർക്കും സാധിക്കുക? BJPക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്നുള്ളത് നിയമം പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ മുൻപത്തെ പരാമർശിക്കുമായിരുന്നില്ല. ആ നിയമം മുൻപത്തെ പരാമർശിക്കുന്നില്ല, നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല. എന്ന് മാത്രമല്ല, ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ഈ നിയമം കൊണ്ട് മറ്റൊന്നും സാധിക്കില്ലെന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ സംഗതികൾ വളരെ വ്യക്തമാണ്. ഇവിടെ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുൻപത്തെ വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷ വിരുദ്ധ സ്വഭാവത്തെ മറച്ചു പിടിക്കാൻ കേരളത്തിൽ BJP ശ്രമിക്കുന്നു. ഇവിടെ കോൺഗ്രസിന് യാതൊരു നിലക്കുമുള്ള അക്കാര്യം സംബന്ധിച്ച് ഉത്കണ്ഠയില്ല. അതോടൊപ്പം തന്നെ അവർ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണല്ലോ 50 ആളുകളെ BJP അവരുടെ പാർട്ടിയിലേക്ക് എടുത്തു. അവിടെ 2 വട്ടം MP നേരിട്ട് പോയി, കേന്ദ്രമന്ത്രി തന്നെ വന്നിട്ട് സംസാരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മുൻപത്തെ വിഷയം പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ നിയമത്തിനകത്ത് പറയുന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിച്ച് മുൻപത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാവുക? ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അല്ലാതെ മുൻപത്തെ വിഷയം പരിഹരിക്കണമെന്നുള്ള LDF ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന നിലക്കല്ല BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളത്, കേരളത്തിലെ UDF ഉള്ളത്. ഈ നിയമത്തിൻ്റെ യഥാർത്ഥമായ വസ്തുത വെളിപ്പെടുത്താൻ ഇന്നത്തെ കേന്ദ്രമന്ത്രിയുടെ പ്രസംഗവും അദ്ദേഹത്തെ പത്രസമ്മേളനവും സഹായിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഒരു കാരണവശാലും ഈ നിയമത്തെ മാത്രം വെച്ചുകൊണ്ട് മുൻപത്തെ കാര്യം പരിഹരിക്കാനാവില്ല എന്നുള്ളത് കൃത്യമായതിലേക്ക് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഇത് വെച്ചുകൊണ്ടുള്ള BJPയുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ കളി അത് വ്യക്തമാക്കാനും അദ്ദേഹത്തിൻ്റെ ഈ സംസാരങ്ങൾ പ്രയോജനപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് മുൻപത്ത് സമരം തുടരും എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ അവിടെയുള്ള സമരക്കാരെ സംബന്ധിച്ചുണ്ടാവുന്നത്. പിന്നെ കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിക്കാനാവുന്ന മാക്സിമം ലീഗലായ നടപടി സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ വഖഫ് ബോർഡിൻ്റെ മേലെ വ്യക്തമായ നിലക്കുള്ള എന്തെങ്കിലും നിയന്ത്രണ അധികാരം ഗവൺമെൻറ്റിനില്ല. എന്നാൽ അവർക്ക് നിർദ്ദേശം കൊടുക്കാം. ആ നിർദ്ദേശം കൊടുക്കുന്നത് നിയമപരമാവണം. നിയമപരമാവാൻ എന്ത് വേണം? കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ച് പരിശോധിച്ച് കൊടുക്കാൻ വേണ്ടിയല്ലേ കഴിയൂ. നേരത്തെയുള്ള ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഒരാളെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടത് ഇവരെ എങ്ങനെയാണ് അവിടെ നിലനിർത്താനാവുക, ഉടമസ്ഥാവകാശം എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും, ഈ കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിയമപരമായി തന്നെ അവിടെയുള്ള ആളുകളുടെ ഭൂ ഉടമസ്ഥാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാടാണ് LDFന്റെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനപ്പുറമുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ നിയമത്തിന് ഒരു കാരണവശാലും സാധ്യമായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ കെന്നഡി, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി വരുമ്പോൾ വലിയ പ്രഖ്യാപനത്തെ തുടർന്ന് വളരെ സ്വാഭാവികമായി അവിടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്. ആ സമരം തന്നെ ഇന്ന് പിൻവലിക്കും വിധത്തിലേക്കുള്ള കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം അതുണ്ടായിട്ടേയില്ല. അത് വളരെ പ്രകടമാണല്ലോ. അതിൽ നമ്മൾക്ക് ആർക്കും തർക്കമില്ലല്ലോ.
ക്ലിയർ അല്ലേ? ഒന്ന്. രണ്ടാമത് ഇവരെല്ലാം പറഞ്ഞല്ലോ, ആ നിയമത്തിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കുന്നില്ല. JPC നേരെ ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടു. പല രാജ്യത്തെ പല സാഹചര്യങ്ങളും JPC മെൻഷൻ ചെയ്യുമ്പോഴും മുനമ്പം വന്നിട്ടില്ല. നിയമം ആ നിലയിൽ മെൻഷൻ ചെയ്യുന്നില്ല. സഭയിൽ നടന്ന ചർച്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല അതിലൂടെയൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമായി അതിനെ എങ്ങനെ ഒരു സാധ്യതയാക്കി മാറ്റാമെന്ന BJPയുടെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരീക്ഷണശാലയാക്കി അവരിതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. വേണമെങ്കിൽ ഞാൻ പറയാം, കെന്നഡിയും ഒക്കെ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്ന് ഞാൻ കുറച്ചുകൂടി കടുപ്പിച്ചങ്ങ് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. അങ്ങനെ ഒരു വക്താവിനെ കിട്ടിയല്ലോ അവർക്ക്. രണ്ടാമത്തെ കാര്യം, മറുഭാഗത്ത് നോക്കൂ, ഷൈജു പറഞ്ഞ, ഇപ്പോൾ പ്രകാശൻ മാസ്റ്ററും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വഖഫിന് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സർക്കാരിൻ്റെ അവകാശത്തെ നിയമപരമായി ഉപയോഗപ്പെടുത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. ആ നീക്കം ഫലവത്താണ് എന്ന് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഹൈക്കോടതി തന്നെ ശരിവെച്ചല്ലോ. കേന്ദ്ര സഹമന്ത്രി തന്നെ പാർലമെൻറ്റിൽ എന്തെല്ലാം പറഞ്ഞു. ഹൈക്കോടതി അതുവല്ലതും കേട്ടോ? ഹൈക്കോടതി ആ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ശരിവെച്ച് ഡിവിഷൻ ബെഞ്ച് കൊടുത്തില്ലേ? അപ്പോൾ ഷൈജു പറഞ്ഞതും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതും വഖഫ് ബോർഡിലേക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തെ ശരിയാവണ്ണം വിനിയോഗിക്കാൻ ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് കുറേ കൂടി ക്ലാരിറ്റിയായി മനസ്സിലാകുന്നു. ബില്ലൊക്കെ അവതരിപ്പിച്ചത് രക്ഷകർ വന്നു എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ആ സമരം പോലും അദ്ദേഹത്തിൻ്റെ വരവ് കൊണ്ട് അവസാനിപ്പിക്കാൻ മുൻപത്ത് കഴിഞ്ഞില്ലല്ലോ കെന്നഡി. ശരത്തെ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും, ഞങ്ങൾ കൂടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആറ്റിച്ചാടാം എന്ന് പറയുന്നതല്ലാതെ അവരെ രക്ഷപ്പെടുത്താം, എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിന് ആരും ശരിയായ ഉത്തരം പറഞ്ഞിരുന്നില്ല. ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ആറ്റിച്ചാടാം. ഈ കൂടുണ്ട് എന്ന് രാഷ്ട്രീയമായ ഒരു രക്ഷപ്പെടലിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് അരിഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ബഹുമാനായ പ്രകാശ് മാസ്റ്റർ പറയുന്നു മുനമ്പത്തെ കുറിച്ച് ഒരു സ്ഥലത്ത് പരാമർശിച്ചില്ലെന്ന്. അല്ല 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 ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ സ്ഥലത്തെ. ഇപ്പോൾ മുനമ്പത്തെ കുറിച്ച് എങ്ങും പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനായ പ്രകാശ് മാസ്റ്റർ പറയുന്നു. പ്രകാശ് മാസ്റ്റർ, അത് മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ളൊരു ബില്ലായിരുന്നില്ലല്ലോ. അത് വഖഫ് ഈ നിയമത്തിനെ അമെൻഡ് ചെയ്യാനുള്ളൊരു നിയമമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വഖഫിൻ്റെ ട്രിബ്യൂണലിൽ 40,000-ന് മുകളിൽ കേസുകൾ പറ്റി തീർപ്പാകാൻ കിടപ്പുണ്ട്, പരാതികൾ. അതിലേതാണ്ട് 9,000-ഓളം 10,000-ഓളം മുസ്ലിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, മുസ്ലിമും വഖഫ് ബോർഡുമായിട്ട്. ബാക്കി ഏതാണ്ട് 30,000-ഓളം കേസുകൾ അമുസ്ലിങ്ങളുമായിട്ടാണ്. ഇന്ത്യയിലാകമാനം ഒരു ബുദ്ധക്ഷേത്രമടക്കം നിരവധി ക്ഷേത്രങ്ങളും നിരവധി ഹിന്ദുക്കളുടെ ഭൂമികളുമെല്ലാം ഇവർ വഖഫാണെന്ന് പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് ഇനി വഖഫല്ല എന്ന് തെളിയിക്കേണ്ടത് ഇവരുടെ ചുമതലയും. ഇത്തരത്തിലുള്ള സാധനം അമെൻഡ് ചെയ്തേ പറ്റൂ, അമെൻഡ് ചെയ്തേ അത് മുന്നോട്ട് പോകൂ. അത് CPM-നും കോൺഗ്രസിനും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാറിയോ ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കതങ്ങനെ പറയേണ്ടി വരുന്നു. ഞാൻ ഈ കേസിൽ വളരെ വ്യക്തമായിട്ട് ഇടപെട്ടതാണ്. മുനമ്പം മുന്നിൽ വെച്ച് ഈ ഭേദഗതി വന്നതിന് ശേഷവും റിജുവിൻ്റെ വരവിന് ശേഷവും കാര്യങ്ങളൊന്നും വെടിപ്പായിട്ടില്ല എന്നാണ് നാട്ടുകാർക്ക് നല്ലതുപോലെ മനസ്സിലായത്. എന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിയമപരമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു. ഹൈക്കോടതിക്ക് അതിൻ്റെ ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട്. ആ കമ്മീഷനെ റദ്ദു ചെയ്യാൻ നടത്തിയ നീക്കമെല്ലാം പൊളിഞ്ഞു. ഇതാണ് ആളുകൾക്കും മനസ്സിലായ ഒരു കാര്യം. നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. മുനമ്പത്തിന് പരിഹാരമാകാൻ ഈ ബില്ലിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഈ നിയമത്തിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. അല്ല, അതിൻ്റെ ജുഡീഷ്യൽ പ്രൊസീജിയർ ഇപ്പോഴും നടക്കുകയാണ്, കോടതിയിൽ ഇരിക്കുന്നതാണ്, ഈ ട്രിബ്യൂണലിൽ ഇരിക്കുന്നതാണ്. ഇനി അത് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഈ നിയമം വെച്ച് നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാകും എന്ന് കേന്ദ്രമന്ത്രി ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ വളരെ വ്യക്തമായി സമരം ചെയ്യുന്നവർക്ക് കൊടുത്ത അഷ്വറൻസ് അങ്ങനെയല്ല കെന്നഡി, അങ്ങനെയല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വിശ്വാസം അവർക്ക് ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ ശരത്ത് കേൾപ്പിച്ച പ്രസംഗത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ മാത്രമല്ലെന്ന്, ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളിലൂടെ വന്ന അവിടെ നിന്ന് ഫീൽഡിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും എടുത്തിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. കെന്നഡി ഏതായാലും മുനമ്പത്തു നല്ലല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുനമ്പത്ത് ആ സമരസ്ഥലത്ത് ആ സമരസ്ഥലത്ത് നിന്ന് ആളുകൾ സംസാരിച്ചത് ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞത് മന്ത്രി പറഞ്ഞത് വെച്ചിട്ട് എത്രയോ മണിക്കൂറുകളായി വാർത്ത വരുന്നു. നമുക്കറിയാം. ആരെങ്കിലും നിഷേധിച്ചോ? ആരെങ്കിലും തിരുത്തൽ പറഞ്ഞോ? മന്ത്രി തിരുത്തിയോ? ആ പാർട്ടി തിരുത്തിയോ? ഞാനതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ സ്ഥിതി. പിന്നെ ഞാൻ ശരത്ത് പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുന്നില്ല. BJP അത് മുതലാക്കുന്നുണ്ട്.
മുനമ്പം പോലൊരു ഒറ്റപ്പെട്ട ഒരു ചെറിയ പ്രദേശത്ത് കേന്ദ്രമന്ത്രി വന്ന് ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി തന്നെ വന്ന് അതിനകത്തൊക്കെ ഇടപെടുന്നത് BJP തീർച്ചയായിട്ടും അതിനെ രാഷ്ട്രീയം ആയുധമാക്കുന്നുണ്ട്. അത് പറഞ്ഞത് ഞാൻ സമ്മതിക്കും. എങ്ങനെയാണെന്നറിയോ, റിജിജു വന്ന് ആ സമര സ്ഥലത്ത് വന്ന് റിജിജുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുനമ്പം സമരം ഞങ്ങൾ തൽക്കാലത്തേക്ക് പിൻവലിക്കുന്നു എന്നാണെങ്കിൽ ആ വരവൊരു വരവായിരുന്നു. പക്ഷെ അതുണ്ടായില്ലല്ലോ. അല്ല, അങ്ങനെ 1, 2, 3 തീരാവുന്ന ഒരു വിഷയമല്ലല്ലോ. നമുക്കറിയാം ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു നിലപാട് എടുത്തില്ല എങ്കിൽ അവരുടെ 100 തലമുറ കൊണ്ടും തീരാത്ത പ്രശ്നം ഒരുപക്ഷെ ഏതാനും നാളുകൾക്കുള്ളിൽ തീരാവുന്നൊരു സാഹചര്യം ഉരുത്തിരിച്ചിട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന യാഥാർത്ഥ്യം. നമ്മൾ സമ്മതിക്കണ്ട, രാഷ്ട്രീയം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ സമ്മതിക്കണ്ട. കെന്നഡി പറയുന്നു. പക്ഷേ ശരത്തെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ശരത്തെ ഞാൻ ഈ വഖഫ് ബോർഡിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ഞാനൊരു പേപ്പർ വാങ്ങിയിട്ടുണ്ട്. വഖഫ് ബോർഡ് വ്യക്തമായി എനിക്ക് എഴുതി തന്ന രേഖ എൻ്റെ കയ്യിലുണ്ട്. മുനമ്പത്തത് അവരുടെ ഭൂമി അല്ല എന്ന്, വഖഫ് ഭൂമി അല്ല എന്ന്. അതാണ് ഷൈജു ഒരു വാചകത്തിൽ ആ ക്ലോസ് വന്നാൽ തന്നെ ഈ പ്രശ്നം തീർന്നു. താങ്കളിപ്പോൾ അത് സമ്മതിക്കുകയാണ് ചെയ്തത്. അതാ പുതുക്കിയ നിയമത്തിലില്ല, അല്ലെങ്കിൽ ഭേദഗതിയിലൂടെ വന്ന പുതിയ നിയമത്തിലില്ല. ഷൈജു, കറക്റ്റാണോ താങ്കളുടെ അവസരം? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പം വഖഫിൻ്റെ രജിസ്റ്ററിനകത്ത് കയറുന്നതിന് മുമ്പ് നടത്തിയ ക്രയവിക്രയമാണിത്. ആ കാര്യത്തിനകത്ത് ആർക്കും സംശയമില്ല. അത് ഭൂമിയുടെ രജിസ്റ്റർ നോക്കിയാൽ തിരിച്ചറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് അനുവദിച്ചു കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ കെന്നഡി ഇവിടെ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്നറിയാം. കെന്നഡി ഇവിടെ പറഞ്ഞത്, പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു മുനമ്പം എന്ന വിഷയം അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. കെന്നഡി വായിക്കേണ്ടത് JPC റിപ്പോർട്ടാണ്. ആ JPC റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 പേജിനടുത്തുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിൽ വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഇടങ്ങളെക്കുറിച്ച് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മുനമ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ് കെന്നഡി, അത് വളരെ കൃത്യമാണ്. മുനമ്പം ഒഴികെ അനവധി വിഷയങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു വിഷയം, ഇവർ നിരന്തരമായി പറയുന്നൊരു കാര്യം, ഇവിടുത്തെ താജ്മഹലും പാർലമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വഖഫ് ഭൂമിയാണെന്ന് ക്ലെയിം ചെയ്ത് കാണുമെന്ന്. അത് ഏതെങ്കിലും മുത്താവല്ലിമാരൊക്കെ അങ്ങനെ ക്ലെയിം ചെയ്ത് കാണും. പക്ഷെ ഇന്ത്യയിലൊരു നിയമമുണ്ട്. ആ നിയമം എന്താണെന്ന് അറിയാമോ? ഏൻഷ്യൻ മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് എന്നാണ്. 1904 ഈ ഏൻഷ്യൻ മോണുമെന്റ്സ് ഞാൻ പറഞ്ഞ കെന്നഡി പറഞ്ഞ അവർക്ക് നോട്ട് ഞാൻ പറഞ്ഞത് വഖഫ് ബോർഡിനകത്തെ വഖഫ് ബോർഡല്ല, വഖഫ് ബോർഡിന് കീഴിലുള്ള ട്രസ്റ്റുകളിലെ മുത്താവല്ലിമാരാണ് നോട്ടീസ് അയക്കുന്നത്. ആ മുത്താവല്ലിമാർ പലർക്കും അങ്ങനെ നോട്ടീസുകളൊക്കെ അയക്കാം. നോട്ടീസ് അയച്ചത് കൊണ്ട് എന്ത് കാര്യമൊന്നും, ഇന്ത്യയിൽ വേറെ നിയമങ്ങൾ നിലനിൽക്കുകയല്ലേ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബോഡി ഇതിനകത്ത് നിലനിൽക്കുകയല്ലേ. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും എടുക്കാൻ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചാൽ, അങ്ങനെ ഒരു നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ഭിന്നത ഉണ്ടാക്കാൻ നോക്കുകയല്ല വേണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ ശരത്തെ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടരുത് എന്ന് ചില രാഷ്ട്രീയ കക്ഷികൾക്ക് താല്പര്യമുണ്ട്. അതിങ്ങനെ നീറിപ്പുകഞ്ഞ് നിൽക്കുമ്പോൾ അവിടെയുള്ള 600 കുടുംബങ്ങളെ നോക്കി അവരോട് പറയണം, നിങ്ങളുടെ ഭൂമി കൈവശം പെടുത്തിയിരിക്കുന്നത് വഖഫാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, അത് മുസ്ലിങ്ങളാണ്, നിങ്ങൾ അവർക്കെതിരാകണം. ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നിരന്തരം നീറിപ്പുകഞ്ഞ് നിൽക്കുന്ന ഒരു വിഷയമായി നിൽക്കുകയും അതിൻ്റെ പേരിൽ ഒരു വർഗീയ സംഘർഷം കേരളത്തിൽ ഉണ്ടാകുകയും ചെയ്യണമെന്ന് ആരെങ്കിലും ദുരുദ്ദേശപരമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് കേരളമാണ്, നോർത്ത് ഇന്ത്യ അല്ല. ഇവിടുത്തെ ജനങ്ങൾ പഠിക്കുന്നവരാണ്, ഇവിടുത്തെ ജനങ്ങൾ ബോധ്യത്തോടു കൂടി സംസാരിക്കുന്നവരാണ്. അവരോട് അത്രേ പറയാനുള്ളൂ. ഏതായാലും മുനമ്പത്തെ ഒരു പരിഹാരമല്ല, അതിനെ നീറിപ്പുകഞ്ഞ് നിൽക്കുന്ന ഒരു നാടാക്കി മാറ്റുക അല്ലെങ്കിൽ നാടാക്കി നിലനിർത്തുക എന്ന് ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിയുന്ന നാടാണ് കേരളം എന്ന നമ്മുടെ ശക്തമായ ബോധ്യം തന്നെയാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നത്.
ഫാദർ, ഏതായാലും ഇന്നത്തെ ഈ ദിവസത്തെ സംഭവ വികാസങ്ങൾ കൊണ്ട് മുനമ്പത്ത് യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യുന്ന ആളുകൾ, ആ മനുഷ്യർക്ക് ഈ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായി, യുക്തിസഹമായി, വകതിരിവോടെ മനസ്സിലാക്കാനും പഠിക്കാനും പരിശോധിക്കാനും ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ശ്രമങ്ങളെയൊക്കെ അകറ്റി നിർത്തി കുറേ കൂടി ശ്രദ്ധിക്കാൻ ഏതായാലും ഇന്നത്തെ ഈ നാടകം കുറേയൊക്കെ ഉപകാരപ്പെട്ടേക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരും കൂടെ ചേർന്ന് ആർച്ച് ബിഷപ്പ് വാരാപ്പുഴ അഭിവന്യ ആർച്ച് ബിഷപ്പുമായിട്ട് ചേർന്ന് ഒരു ചായ കുടിച്ചിട്ട് പിരിയാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഭാഗ്യം കിട്ടി എന്നുള്ളത് ഒരു കാര്യം നമ്മൾ സന്തോഷമായിട്ട് ഓർക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ജനത അവർ വീണ്ടും വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുന്നു, അവരെ എങ്ങനെ വിഡ്ഢികളാക്കാം എന്നുള്ള കേന്ദ്രത്തിന്റെ ചിന്താഗതികൾ അവരുടെ മേൽ ഒന്നുകൂടി അടിച്ചേൽപ്പിച്ചു എന്നുള്ളതും അവർക്ക് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, അവര് പുതിയ പാർട്ടിയിലൊക്കെ മെമ്പർഷിപ്പ് ഫീ വെറുതെ ആയി പോയല്ലോ എന്ന് ചിന്തിക്കാൻ അവർക്കൊരു അവസരം കൂടെ കിട്ടുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തില് ഈ ഇത്തരത്തിലുള്ള പ്രലോഭന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എത്ര ചെലവഴിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അവര് കഴിഞ്ഞ കുറെ ദിവസങ്ങൾ, 6 മാസത്തിന് മേലെയായിട്ട് അതുങ്ങൾ അനുഭവിക്കുന്ന മാനസിക വ്യതകൾ, അവരുടെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരം കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അവർക്ക് ഉറക്കം വരുന്നില്ല, അവരുടെ കുടുംബങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സമാധാനം ഇല്ല. അവിടുത്തെ വികാരി അച്ഛനെ എനിക്ക് നന്നായിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രയാസങ്ങൾ എനിക്ക് ഓരോ ദിവസവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാം, എൻ്റെ ഇടവകയിലെ ജനങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെക്കാൾ കൂടുതൽ വേവലാതിപ്പെടുന്നത് തീ തിന്നുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു വികാരി എന്നുള്ള നിലയിൽ ഞാൻ. അതേപോലെ തന്നെ അവിടുത്തെ വികാരി അച്ഛന്മാര്, അവിടുത്തെ മെത്രാന്മാര്, അംബ്രോസ് പിതാവ് അടക്കമുള്ള എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് സാധിക്കണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി എത്രയും വേഗത്തിൽ അതിനകത്ത് ഇടപെടണം. അത് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിച്ച് അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇതൊരു ബ്ലാക്ക് മോളായിട്ട് നമ്മുടെ മേൽ കിടക്കും. അതവര് മുതലെടുക്കും. മറ്റുള്ളവർ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ ഇപ്പൊ ഷൈജു ആന്റണി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കൾച്ചറും ഇവിടെ കൊണ്ടുവന്ന് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അതിനൊരു വേദി കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ സഹപാനലിസ്റ്റൊക്കെ അങ്ങനെയുള്ള ചളിക്കുണ്ടിലേക്കൊക്കെ വീഴാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തതും ഇതേപോലുള്ള നമ്മുടെ ഡിലേകളാണ്. അതുണ്ടാകരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടപെട്ട് പരിഹാരം കൊടുക്കാൻ കഴിയുമല്ലോ. നമ്മുടെ നാട്ടിനത് സാധിച്ചിട്ടുണ്ട്, മുൻകാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്, ഇപ്പോൾ സാധിക്കും. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ദൈർഘ്യം വരുന്നു എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. മണിപ്പൂർ ആവിധം നിന്ന് കത്തുമ്പോൾ വളരെ സജീവമായി, വളരെ ധീരമായി ആ ജനതയ്ക്കൊപ്പം നിന്ന ഒരു വൈദികൻ എന്ന വലിയ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഫാദർ ജോൺസൺ തേക്കടയിൽ താങ്കളോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. വളരെ ശക്തമായി ആ നാടിൻ്റെ ആ അവസ്ഥ, ആ നാളുകളിൽ തന്നെ മലയാളികളോട് ഇതുപോലെ തന്നെ ഒരു ചർച്ചയിലൂടെയാണ് താങ്കൾ ആദ്യം പറയുകയും പിന്നീട് ഒരുപാട് മാധ്യമങ്ങൾ താങ്കളിലൂടെ അക്കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്തത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കളുടെ വാക്കുകൾ ഇക്കാര്യങ്ങൾ വളരെ പ്രസക്തവും പ്രധാനവുമാണ്. കെന്നഡി, നമുക്ക് വളരെ വേഗം ഈ ചർച്ച അവസാനിക്കാൻ താങ്കൾ കൂടി സംസാരിച്ചിട്ട് ഞാൻ ശ്രീ പ്രകാശൻ മാസ്റ്ററിലേക്കും. ഏതായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ കൊണ്ട് കാര്യം മനസ്സിലായല്ലോ. എന്തെങ്കിലും ആട്ടെ, താങ്കൾക്ക് വലിയ വിശ്വാസമുണ്ട്, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പരിശോധനകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകും. അതിനെ വളരെ വളരെ പ്രത്യാശയോടെ, വളരെ ആത്മാർത്ഥമായി അതിൻ്റെ ഒരു മൂവ് നോക്കുന്നത് പ്രധാനമായിരിക്കില്ലേ മുനമ്പത്തെ സംബന്ധിച്ച്? ആ പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇത് അവസാനിപ്പിക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരു പോയിന്റ് മാത്രം നിർത്തി പറയാം. സെൻട്രൽ ഗവൺമെൻറ് പല നീക്കങ്ങളും നമ്മൾ കണ്ടു. ആർട്ടിക്കിൾ 370 റദ്ദാക്കി. കോൺഗ്രസ് അതിനെ എതിർത്തു, CPM അടക്കം ഇടതുപക്ഷ കക്ഷികളെല്ലാം നമ്മൾ എതിർത്തു. നമുക്കറിയാം ഇന്ന് ആ നാടുകളിൽ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ വന്ന മാറ്റവും ആ ടൂറിസത്തിലുണ്ടായ വളർച്ചയും, ആ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ഇന്ന് എത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും എതിർത്തു. പക്ഷേ അത് എത്രത്തോളം അത്യാവശ്യമാണ് ഇന്ന് ബംഗാളിലെ മുർഷിദാബാദിലുണ്ടാകുന്ന കലാപം തെളിയിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ലീഗ് നേതാവ് പറയുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഹിന്ദുക്കളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന്. അപ്പോൾ പൗരത്വ നിയമത്തിൽ എത്രത്തോളം ഭീകരപരമായി ഇടപെടേണ്ടിയിരുന്നു നേരത്തെ എന്ന് നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നു. മുത്തലാഖ് നിയമവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു, കോൺഗ്രസ് എതിർത്തു, ഇടതുപക്ഷ കക്ഷികൾ എതിർത്തു. മുത്തലാഖ് നിയമം എത്രത്തോളം ആവശ്യമായിരുന്നു എന്ന് മുസ്ലിം സ്ത്രീകൾ തന്നെ വാചാലനാകുമോ കെന്നഡി?
700 ആക്രമണങ്ങൾ ജബൽപൂരിൽ അവസാനം രാജ്യ തലസ്ഥാനത്ത് തീർച്ചയായും. പ്രകടനത്തിനായി തീർച്ചയായും വഖഫ് ഭേദഗതി തീർച്ചയായും ഒതുങ്ങുന്നതല്ലത്. തീർച്ചയായും വഖഫ് ഭേദഗതി നിയമം ഇന്ന് കേന്ദ്രം വഖഫ് ഭേദഗതി നിയമം ഇന്ന് കൊണ്ടുവരുമ്പോൾ ആ കിരാത നിയമത്തെ അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തും എന്ന് പറഞ്ഞതിനെ വെറും വാക്കായിരുന്നു എന്നെങ്കിൽ ഞാൻ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പറയുന്നു, ഇനി എഴുതി വെക്കാം, ചവിട്ടി താഴ്ത്തിയിരിക്കും. കേന്ദ്ര കെന്നഡി വാചാലനാകുന്ന കെന്നഡി ന്യൂനപക്ഷ വേട്ടയുടെ മറുതലങ്ങൾ കാണാതെ പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. എനിക്ക് ഒരു അത്ഭുതവും അതിലില്ല. ഫാദർ എന്തോ പറയാൻ വന്നതുകൊണ്ട് മാത്രം വളരെ ചുരുക്കത്തിൽ അത് പിന്നെ ജബൽപൂർ അല്ല ലാസ്റ്റ് ഛത്തീസ്ഗഡിലെ സിസ്റ്റർ ബിൻസി, കോട്ടയംകാരിയായിരിക്കുന്നത് ബിൻസിയെ യാതൊരു കാരണം കൂടാതെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ക്രിസ്തീയ വിശ്വാസികൾ, ഇതിപ്പോ പുരോഹിതന്മാരെ കുറിച്ച് മാത്രമാണ് ശരത്ത് പറഞ്ഞു, ക്രിസ്തീയ വിശ്വാസികൾ 109 പേരെ യാതൊരു വിധത്തിലുള്ള വിചാരണ പോലും ഇല്ലാതെ അവർ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നു എന്നുള്ള കാരണത്താൽ യുപിയിലും മറ്റ് പ്രദേശങ്ങളിലും പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അവർക്ക് ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ് ഒരു തലമുറയുടെ അനുഭവത്തിൽ പല ക്രൈസ്തവ വിശ്വാസികളും ജീവിക്കുന്നത്. അതിനെക്കുറിച്ചും കൂടെ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. യെസ്, പ്രകാശ് മാസ്റ്റർ, താങ്കളുടെ കൂടി ഒരു അഭിപ്രായം ചുരുക്കത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഈ ഭാവി ചരിത്രം BJPയെ കുറിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് 370 വകുപ്പ് മാറ്റിക്കൊണ്ടും അതുപോലെ തന്നെ പൗരത്വ നിയമം കൊണ്ടുവന്നുകൊണ്ടും മുത്തലാഖ് നിയമം കൊണ്ടുവന്നുകൊണ്ടും ഇന്ത്യ എന്ന സമാധാനപൂർവമായ ഒരു രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തിയ ഒരു കാലമെന്നാണ് നരേന്ദ്രമോദി ഭരണത്തെ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കിരൺ റിജിജുവിൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് ഞാൻ കേട്ടു. BJPക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവർ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കേരള ഗവൺമെൻറ്റിന് നികുതി വാങ്ങാൻ തീരുമാനിച്ചാൽ മതി എന്നാണ്. അതൊന്നും പറയാൻ അദ്ദേഹം സന്നദ്ധമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ BJPക്കാർ ഇത്രയും ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അവയൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് അദ്ദേഹത്തെ പ്രസംഗം തെളിയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ ഏപ്രിൽ 7-ന് ഇവിടെ കോടതി വിധിയുണ്ടായപ്പോൾ ആ കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് നോക്കണം എന്ന് മുനമ്പക്കാർക്ക് തോന്നിയിട്ടില്ല, അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ആ വിധി നോക്കുകയല്ലാതെ, കേരള ഗവൺമെന്റിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം നോക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് മുനമ്പത്തെ വീക്ഷിക്കുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒന്നാണ് റിജുവിന്റെ പ്രസംഗം എന്നുള്ളത് പറയാതെ വയ്യ. ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ ആ സമരം, അവരുടെ ആശങ്ക, ആ ജനകീയ സമരം, ആ സമരത്തിന് എല്ലാ പരിഹാരവും എന്ന വാഗ്ദാനവുമായി വന്ന ബി ജെ പി നേതാക്കൾ അതിൻ്റെ പിൻപറ്റി കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാട്ടി നടത്തി വന്നതൊക്കെയും വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തങ്ങൾ മുനമ്പം വഞ്ചിക്കപ്പെടുന്നതിനും പറ്റിക്കപ്പെടുന്നതിനുമാണ് ഇടവന്നത് എന്ന നിലയിലേക്കാണ് കേന്ദ്രമന്ത്രിയുടെ അടക്കം സന്ദർശനം കഴിയുമ്പോൾ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാവുക. മറുഭാഗത്ത് ഒരാൾ പോലും കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന നിലയിൽ ഉറപ്പ് കൊടുത്തുകൊണ്ട്, അതായത് നിയമപരമായി വസ്തു വാങ്ങി ഭൂമി വാങ്ങി ജീവിക്കുന്ന ഒരാളും ഒഴിപ്പിക്കപ്പെടില്ല എന്ന സർക്കാരിൻ്റെ ഉറപ്പ് ശക്തമായ ഉറപ്പായി നിൽക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് പോകുന്നു. ആ നിലയ്ക്കുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ വകതിരിവോടെ യുക്തിസഹമായ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ടതായി വരിക എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കുറെ കൂടി ശക്തമായി നമ്മൾക്ക് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസം കൂടുതലായി ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.